വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ജിസ് ഓൺലൈൻ ട്യൂഷൻ. ഇന്ന് നമ്മൾ നോക്കുന്ന SLC മലയാളം സെക്കൻഡ് അടിസ്ഥാന പാഠയിൽ നിന്നുള്ള ബുക്കിലെ ചാപ്റ്റർ 1 ചിത്രകാരി എന്നുള്ള ചാപ്റ്ററിലെ വരാൻ ചാൻസ് ഉള്ള 1-2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വരാൻ ചാൻസ് ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസിൽ ചാപ്റ്റർ ഏകദേശം കവർ ചെയ്യുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്യമായി മാറ്റി എഴുതുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതായത് ഇതൊക്കെ നമുക്ക് 2 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 1 മാർക്കിന് ആകാൻ നേരത്ത് പദച്ഛേദം എഴുതുക, അതേപോലെ പിരിച്ചെഴുതുക, ഒറ്റ വാക്യമാക്കി എഴുതുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അവിടെ വരിക. ഓക്കെ, അപ്പോൾ 2 മാർക്ക് ആവാൻ നേരത്ത് ഇതിൽ നിന്ന് പ്രകടമാകുന്ന എന്ത്, അതേപോലെ അർത്ഥവ്യത്യാസം വരാതെ എഴുതുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് ഹാഫിസിന് റബ്ബിന്റെയും സ്വർണത്തിന്റെയും വിലകയറ്റിറക്കങ്ങൾ താല്പര്യമുള്ള വിഷയങ്ങളാണ്. ചിത്രയും കവിതയും അങ്ങനെയല്ല. അതായത് എന്താണ്, ഹാഫിസിന് റബ്ബിന്റെ കാര്യങ്ങളാവട്ടെ, സ്വർണത്തിന്റെ വില കയറ്റവും ഇറക്കവും അതാവട്ടെ, അതൊക്കെയാണ് ഹാഫിസിന് കൂടുതലായിട്ടും താല്പര്യമുള്ളത്. ഹാഫിസ് ആരാണ്? ഫിസയുടെ ഭർത്താവ്. ഓക്കെ, അപ്പോൾ ആൾക്കെന്ന് പറയുന്നത് ചിത്രങ്ങളും കവിതകളും എന്തല്ല ഇഷ്ടമല്ല. അപ്പോൾ ഇവിടെ എന്താ പറയണത്? അപ്പോൾ ഒത്തിരി ഇതാണ്, ഹാഫിസിന് റബ്ബിന്റെയും സ്വർണത്തിന്റെയും വില കയറ്റിറക്കങ്ങൾ താല്പര്യമുള്ള വിഷയങ്ങളാണെങ്കിലും ചിത്രങ്ങളും കവിതകളും അങ്ങനെയല്ലായിരുന്നു. അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്യമാക്കി എഴുതുക എന്നുള്ളത് അവിടെ 2 സെന്റൻസ് ആക്കിയിട്ടുള്ളത് നമ്മളിവിടെ എന്ത് ചെയ്തു, ഒറ്റ സെന്റൻസ് ആക്കി മാറ്റി. അതാണ് ചിത്രകാരി എന്ന കഥയിലെ സാമൂഹിക വിമർശനം കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണെടാ, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഒരു കാര്യം എഴുതാൻ നേരത്ത് നമ്മൾ പൊതുസമൂഹത്തിനെയും കുറിച്ച് ഉൾപ്പെടുത്തിയിട്ട് വേണം ഈ ഒരു പോർഷൻ നമുക്ക് എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ ചിത്രകാരി എന്ന കഥ ശക്തമായ സാമൂഹിക വിമർശനം മുന്നോട്ട് വെക്കുന്നുണ്ട്. ശക്തമായിട്ട് വയ്ക്കുന്നത്. കാരണം ഇവിടെ ആൺപെൺ വ്യത്യാസം ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഫിസയുടെ അമ്മായിയമ്മ പറയുകയാണ്, ഈ അടുക്കളയിൽ തന്നെ ഇരിക്കണം, അടുക്കള എന്ന് പറയുന്ന ഒരു കടലാണ് ഫിസ എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ എന്താണ് പറയണത്, പെൺപിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ തന്നെ, അതായത് 4 ചുമരിൽ ഒതുങ്ങണം അവരുടെ സൗണ്ടുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. ശരിക്കും അങ്ങനെയാണോ? അല്ല. പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്, പുരുഷാധിപത്യ സമൂഹം എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ സ്ഥാനം അടുക്കളയിലും വീടിന്റെ 4 ചുമരുകൾക്കുള്ളതാണെന്ന് പുരുഷാധിപത്യപരമായ കാഴ്ചപ്പാടിനെ കഥ വിമർശിക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഉമ്മയുടെ വാക്കുകളിലൂടെയും ഹാഫിസിന്റെ പ്രവൃത്തികളിലൂടെയും ഈ മനോഭാവം വ്യക്തമാക്കുന്നു. ഉമ്മ പറഞ്ഞതാണല്ലേ. അപ്പൊ ഹാഫിസിന്റെ അമ്മ പറയാണ് ഫിസയോട്, നീ ഇങ്ങനെ വരയ്ക്കണ്ട, നീ അടുക്കളയിൽ തന്നെ ഇരിക്കണം എന്നുള്ള ആ ഒരു സംഭവത്തിലാണ് അവരോട് പറയണത് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, കൂടുതലായിട്ടും ആൺപെൺ വ്യത്യാസങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. ഇനി അടുത്തത്, സ്ത്രീയുടെ സർഗാത്മകമായ കഴിവുകളെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും മടിക്കുന്ന സാമൂഹികാവസ്ഥയെ കഥ ചോദ്യം ചെയ്യുന്നു. ഫിസയുടെ കഴിവുകളെ നിസ്സാരവൽക്കരിക്കുന്നതും എക്സിബിഷൻ തടയുന്നതും ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ ഇവിടെ അവളുടെ കഴിവിന് എന്ത് ചെയ്യുന്നുണ്ട്, വേണ്ട ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ മാറ്റി വെക്കുന്നത്. അതേപോലെ തന്നെ അവളൊരു എക്സിബിഷന് പങ്കെടുക്കുക, അവളുടെ ചിത്രങ്ങൾ കൊടുക്കുന്നതിലും അവരെന്ത് ചെയ്യുന്നുണ്ട്, തടയുന്നുണ്ട്. ലിംഗപരമായ തൊഴിൽ വിജയം. പെണ്ണുങ്ങൾക്ക് പറ്റിയ പണി അടുക്കള പണിയാണെന്ന് കാഴ്ചപ്പാട് സ്ത്രീകളെ പ്രത്യേക ചട്ടക്കൂടിൽ ഒതുക്കാൻ ശ്രമിക്കുന്നതിനെതിരെയുള്ള വിമർശനമാണ്. നമ്മൾ പറയുന്നുണ്ടല്ലോ ആൺപെൺ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് ഉദ്ദേശിച്ചു വരുന്നത്, അതായത് സ്ത്രീകളെ ഒരു ചട്ടക്കൂട് എന്ന് പറയുന്ന ഒരു സംഭവത്തിനുള്ളിൽ ഇങ്ങനെ ഒതുക്കി ഇരുത്താനുള്ളതല്ല, അവരുടേതായിട്ടുള്ള കഴിവുകൾ എന്ത് ചെയ്യണം, നമ്മൾ പുറത്ത് വരുത്താനും അത് പ്രോത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ ബഹുമാനിക്കാനും നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത് കേട്ടോ. ഇനി അടുത്തത്, കലാകാരന്മാരോടുള്ള സമീപനം. ചിലവർക്ക് ഈ കല എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഈ വരയ്ക്കുക അല്ലെങ്കിൽ ഡാൻസ്, പാട്ട് എന്തോ ആവട്ടെ, നമ്മൾ അത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു കലയുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് അംഗീകരിച്ച് കൊടുക്കണം. ചിലവരെന്ന് പറഞ്ഞാൽ അംഗീകരിച്ചേ കൊടുക്കില്ല. നമ്മൾ അങ്ങനെ ആവരുത്. നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം കൂടെ അംഗീകരിച്ച് കൊടുക്കുക. അതായത് നല്ല ചെയ്തപ്പോൾ നമുക്ക് അവരെ ഇഷ്ടമില്ലായിരിക്കാം, പക്ഷെ അവർ നല്ല രീതിക്ക് പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, എന്തായാലും വരയ്ക്കുക, നല്ല രീതിക്ക് ചെയ്യാറുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് അങ്ങ് അംഗീകരിച്ച് കൊടുക്കുക. അതാണ് ഇവിടെ പറയുന്നത്. കലാകാരന്മാരോടുള്ള സമീപനം. നമ്മൾ എന്താണ്, കലയെ നല്ല രീതിക്ക് നമ്മൾ സമീപനം ചെയ്യുക. കലയെയും കലാകാരന്മാരെയും പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ സമൂഹം എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നതിൻ്റെ നേർക്കാഴ്ച കഥ നൽകുന്നു. കച്ചവടത്തിനും മറ്റ് ഭൗതികമായ കാര്യങ്ങൾക്കും നൽകുന്ന പ്രാധാന്യം കലയ്ക്ക് പലപ്പോഴും ലഭിക്കുന്നില്ല. ശരിയാണ് അല്ലേ. നമ്മളിപ്പോൾ ചില കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ കച്ചവടത്തിന് പോകാൻ നേരത്ത് അവിടെ അവർ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ടാവും. എന്നാൽ അവിടെ നമുക്ക് വാങ്ങാൻ കിട്ടും ഇല്ല. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ കച്ചവടം ചെയ്യുന്ന ചിലർക്ക് അതാണ് വലുത്, കല വലുതല്ല. അതാണ് നമുക്കവിടെ പറയുന്നത് അല്ലേ. പലപ്പോഴും അവർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമോ അംഗീകാരമോ ലഭിക്കുന്നില്ല. ഈ വിഷയങ്ങളിലൂടെ സ്ത്രീകളുടെ സ്വപ്നങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വില കൽപ്പിക്കാത്ത പരമ്പരാഗത ചിന്താഗതികളിൽ
കുടുങ്ങിക്കിടക്കുന്ന സമൂഹത്തിന്റെ നേർക്ക് കഥ വിരൽ ചൂണ്ടുന്നു. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഇവർ തന്നെ ഇങ്ങനെയൊക്കെ എഴുതിയ മലയാളത്തിൽ മാർക്ക് കിട്ടുള്ളേ. അതായത് ഈ ഒരു കാര്യങ്ങളെ, അതായത് സ്ത്രീകളുടെ സ്വപ്നങ്ങൾക്കും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും വില കൽപ്പിക്കാത്ത പോയിന്റ് ഇവിടെ മെയിൻ ആണ്. സ്വാതന്ത്ര്യത്തിന് എന്ത് നമ്മൾ ചെയ്യുന്നില്ല, വില കൽപ്പിക്കാത്ത പരമ്പരാഗത ചിന്താഗതികളിൽ കുടുങ്ങിക്കിടക്കുന്ന സമൂഹത്തിന്റെ നേർക്ക് കഥ വിരൽ ചൂണ്ടുന്നു. അപ്പൊ നിങ്ങളില്ലേ ഒരു പാരഗ്രാഫ് ഇവിടെ തൊട്ട് ഇവിടം വരെ, അതായത് ഇത്രയും ഒന്ന് നല്ല രീതിക്ക് തന്നെ വായിച്ച് അല്ലെങ്കിൽ കാണാണ്ട് പഠിച്ചിട്ട് പൊക്കോ. ഇത് എത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ബേസ് ചെയ്ത് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്കിത് എന്ത് ചെയ്യാം, ഈ ഒരു സെന്റൻസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂടെ 1-2 മാർക്ക്. അതിൽ അത്രയ്ക്ക് കണ്ടന്റ് ഉള്ള 1-2 വരികയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ നോക്കിയത് എസ്സേ ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് 4 മാർക്കിനൊക്കെ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇവിടെ എന്താ പറയുന്നത്, ദൈവം തൊട്ട കൈവിരലുകൾ, അഭിപ്രായം എന്റേതല്ല, ഹാഫി അന്ന്. ഞങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ കാണാൻ ആർട്ടിസ്റ്റ് മാധവൻ സാർ വന്നിരുന്നു. ഈ സംഭാഷണം ഹാഫിസിലുണ്ടാക്കിയ മാനസികാവസ്ഥ എന്തായിരുന്നു, കഥാസന്ദർഭം വിശകലനം ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മുടെ ഫിസിയുടെ കൈ എന്ന് പറയുന്നത് ദൈവം തൊട്ട കൈവിരലാണെന്ന് പറയുന്നുണ്ട് അല്ലെ. ദൈവം തൊട്ട കൈവിരൽ എന്ന് പറഞ്ഞാൽ ദൈവം നേരിട്ട് വന്ന് തൊട്ടു എന്നാണോ? അല്ല, ഇവിടെ ഉദ്ദേശിക്കുന്നത് അത്രത്തോളം അവളുടെ കയ്യിൽ എന്തുണ്ട്, കഴിവുണ്ട്. അവൾ അത്രത്തോളം അവൾക്ക് ഒരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസത്തിന് മാറ്റി വെക്കാതെ അപ്പൊ തന്നെ ഓടിപ്പോയി ആ കണ്ടന്റ് എന്താണോ അത് വരച്ച് പൂർത്തിയാക്കിയാൽ ആർക്ക് സമാധാനമാവുള്ളൂ, നമ്മുടെ ഈ ഒരു ഫിസിക്ക് സമാധാനമാവുള്ളൂ. അപ്പോൾ അത്രയധികം അവൾ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, തന്റെ ജീവന്റെ പാതി എന്നുള്ള രീതിക്കാണ് ആര് നിൽക്കുന്നത്, ഫിസ തന്റെ കലയെ, അതായത് ചിത്രം വരയ്ക്കുന്നതിനെ അവള് നിൽക്കുന്നത്, ചിത്രം വരയ്ക്കലിനെ കണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, സമൂഹത്തിൽ നിന്ന് ഫിസിയുടെ കഴിവിനെ കുറിച്ചും ദൈവം തൊട്ട കൈവിരലുകൾ ഒരു പ്രമുഖ ആർട്ടിസ്റ്റ് അവളെ പുകഴ്ത്തിയതിനെ കുറിച്ചും കേട്ടപ്പോൾ ഹാഫിസിന് കടുത്ത അസ്വസ്ഥതയും അപകർഷതാബോധവുമാണ് ഉണ്ടായത്. താൻ വേണ്ടത്ര വില കൽപ്പിക്കാത്ത, ഒരു പക്ഷേ അടിച്ചമർത്താൻ ശ്രമിച്ച തന്റെ ഭാര്യ ഇത്രയും വലിയ കലാകാരിയാണെന്ന തിരിച്ചറിവ് അവനെ ഞെട്ടിച്ചു. താനൊരു സാധാരണ കച്ചവടക്കാരനും അവൾ വലിയ കലാകാരിയും ആണെന്ന ചിന്ത അവനിൽ ഒരുതരം അസൂയയും അപകർഷതയും നിറച്ചു. ഈ അറിവ് അവനെ പിന്നീട് ഫിസിയോട് കൂടുതൽ പ്രതികാര ബുദ്ധിയോടെ പെരുമാറാൻ പ്രേരിപ്പിക്കുകയും അവളുടെ ബ്രഷ് തട്ടിത്തെറിപ്പിക്കുന്ന പ്രവൃത്തിയിലേക്ക് നയിക്കുകയും ചെയ്തു. തന്റെ ഭാര്യയെ കഴിവ് തനിക്കൊരു ഭാരമായി അയാൾക്ക് തോന്നി തുടങ്ങി. ഇതിലെന്താ പറയുന്നത്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഫിസിയുടെ കഴിവിനെ കുറിച്ചും, അതായത് ദൈവം തൊട്ട കഴിവിൽ നിന്ന് ഈ വീട്ടിൽ മാത്രമല്ല, അവളുടെ വീട്ടുകാർ മാത്രമല്ല, അവിടെയുള്ള നാട്ടുകാരെല്ലാവരും എന്ത് പറയുന്നുണ്ട്, അത്രയ്ക്ക് കഴിവുള്ള കൊച്ചാണെന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. പ്രമുഖ ആർട്ടിസ്റ്റ് എന്ത് ചെയ്തു, ഈ കൊച്ചിനെ, അതായത് നമ്മുടെ ഫിസയെ പുകഴ്ത്തിയ കാര്യം വരെ അവന് കേട്ടപ്പോൾ, ഹാഫിസിന് കേട്ടപ്പോൾ അവിടെ എന്തായി, കടുത്ത അസ്വസ്ഥത വന്നു അല്ലെ. അതായത് ഭയങ്കര അസൂയും കുശുമ്പും എല്ലാം വന്നു. പിന്നെന്തായി, വില കൽപ്പിക്കാത്ത, അതായത് അവനൊരു സാധാരണ കച്ചവടക്കാരനാണ്, ബട്ട് ഇവളൊരു എന്താണ് വലിയ കലാകാരിയാണെന്ന് കേട്ടപ്പോൾ അവനിക്കത് സഹിക്കാനായില്ല. പിന്നെ അവൻ എന്ത് ചെയ്തു, അത് കൂടുതൽ അസൂയ വന്നത് കൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തെന്നറിയോ, ഇവളെ നേരെ വരയ്ക്കാനും സമ്മതിക്കുന്നില്ല, സമാധാനം കൊടുക്കുന്നില്ല. എന്താണ്, ആ ബ്രഷിനെ, അവന്റെ അത്രയ്ക്ക് പ്രിയപ്പെട്ട ബ്രഷ് അല്ലേ, അതിന് തട്ടി തെറിപ്പിച്ചുകൊണ്ട് അവന്റെ ആ ഒരു ഫ്രസ്ട്രേഷനിലെ ആ ഒരു എന്താ പറയാ മനസ്സിലുള്ള ആ ഒരു അസൂയ അവിടെ എന്ത് ചെയ്തു, നിറച്ചു. പിന്നീട് ഫിസിയോട് കൂടുതൽ പ്രതികാര ബുദ്ധിയോടെയാണ് പിന്നെ എന്ത് ചെയ്തത്, അവളോട് പെരുമാറിയത്. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഡു ഫോളോ ഫോർ മോർ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ.